ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എനിക്കത് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഡേ ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആരും വിഷമിക്കരുത്. പിന്നെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ്. പിന്നെ എനിക്ക് ഡേ 2 ആണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ ആയിരുന്നു, നല്ലപോലെ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. രാത്രിയൊക്കെ നല്ല പെയിനായിരുന്നു, അത് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ രാവിലെ എണീറ്റത് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ്. പിന്നെ മമ്മ വന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞിട്ട് പോയി. പിന്നെ നമുക്ക് വെക്കേഷൻ ആണല്ലോ, വലിയ പണിയൊന്നുമില്ല, അപ്പം ഇങ്ങനെ കിടക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒടുക്കത്തെ ചൂടാണ് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന്. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മളിങ്ങനെ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ രാവിലെ തന്നെ കുളിക്കാൻ ഒരു ഫ്രഷ് ഫീലാണ്. പിന്നെ ഇപ്പം നല്ല ചൂടൊക്കെ അല്ല, അപ്പോൾ രാവിലെ കുളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നു. ഇനി ഫുഡ് കഴിക്കണം, പിന്നെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഗൈസ്. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പം നമ്മളിത് കുടിക്കണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ ഒരു ഉച്ച സമയമായപ്പോഴാണ് എണീറ്റ്. ഇപ്പോൾ സമയം ഒരു 12 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കാമെന്ന്. ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കാറ്. അപ്പോൾ പിന്നെ ഗൈസ് ഈ ടൈമിൽ ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് മുരിങ്ങയിലും പരിപ്പും കൂടെ തോരൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എലിശ്ശേരി ഉണ്ട്, പിന്നെ അമ്മച്ചി ഉണ്ടാക്കിയ മാങ്ങച്ചാറ്, പിന്നെ മീൻകറി. അപ്പം നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ ഞാൻ ചോറ് കഴിക്കുകയാണ്. അപ്പോഴാണ് മമ്മ വന്നത്. അപ്പം മമ്മയോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് മുരിങ്ങയുടെ ഇലയും പരിപ്പും കൂടെ വെക്കണത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ മമ്മയുടെ ഒരു സമാധാനത്തിൽ ഞാൻ കഴിക്കുന്നതാണ് മമ്മ ചീത്ത പറഞ്ഞത്. കാരണം ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. ഇവിടെ പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പീരീഡ്സ് ആയിരിക്കുന്ന ടൈമിൽ ഞാൻ കൂടുതലും മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യാറ്. അതാണ് എനിക്കിഷ്ടം, കാരണം അറിയാലോ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര നല്ല യൂസ്ഫുൾ ആയിരിക്കുന്നു. അപ്പോൾ എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോഴും നമുക്ക് കപ്പ് യൂസ് ചെയ്യാൻ പേരുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം എനിക്ക് ഒരുപാട് പേര് അറിയാം ഞാൻ കപ്പ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഇത് എന്നൊക്കെ അങ്ങനെയാണ് കുറേ പേരുടെ ഒക്കെ ഇത്. അവരൊക്കെ പാഡാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കപ്പ് യൂസ് ചെയ്യാൻ പേരുള്ളവർ എന്തായാലും പാഡായിരിക്കും യൂസ് ചെയ്യുക. അപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവർടീൻ്റെ പീരിയഡ് കെയർ എന്ന് പറയുന്ന പാഡ്സ് ആണ് ഗൈസ്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് നാളായി. പക്ഷെ ഞാൻ വിചാരിച്ചു പീരീഡ്സ് ആയി കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 എണ്ണം ഇന്നലെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം ഇനി. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 40 പാഡ്സ് ആണ് വരുന്നത്. 399 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് സംഭവം. സൈസ് വന്നിട്ട് XXL ആണ്. എനിക്കത് കുഴപ്പമില്ല, എനിക്കത് കറക്റ്റാണ് എനിക്ക്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ നല്ല പാക്കിംഗ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ നല്ല കുട്ടി കുട്ടി കവറായിട്ട്. അപ്പോൾ ഇതിന് ഞാൻ 2-3 യൂസ് ചെയ്തായിരുന്നു. ഇത് ഞാൻ ഭയങ്കര ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്ന് ഒരെണ്ണടുത്ത് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഇതെങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് യൂസ് ചെയ്തില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ബ്ലീഡിങ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നനവ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സംഭവമേ ഇതിന് അങ്ങനെ നനവൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നനവ് വരികയാണെങ്കിൽ അതൊരു ഡിസ്കംഫർട്ടബിൾ ആവും. പക്ഷെ ഇത് അങ്ങനെയില്ല, ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ. പിന്നെ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മളിങ്ങനെ തുറക്കുക, ഇങ്ങനെ കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാഡ് വരുന്നത്. നമുക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് ഞാനിത് എങ്ങനെയാണ് അബ്സോർബ് ആവണേന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഫുൾ ഒഴിച്ചിട്ട് ഞാൻ അടുത്ത ഗ്ലാസും കൂടെ എടുത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് അബ്സോർബ് ആവണതിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടാവും. ഒഴിക്കുമ്പോഴത്തേക്കും അത് അബ്സോർബ് ആയി പോണത് ഇതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും യാതൊരു വിധത്തിലുള്ള നനവ് നമുക്ക് അറിയില്ല. തൊടുമ്പോൾ തന്നെ അറിയാം, അങ്ങനെ നനവൊന്നും അറിയാൻ പറ്റണില്ല. നമുക്ക് ഈ ടിഷ്യൂ വെച്ചിട്ടൊന്ന് നോക്കാം ഇതിലേക്ക് ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോഴും ടിഷ്യൂവിൽ അങ്ങനെ കളർ വ്യത്യാസമൊന്നും വരുന്നില്ല. കണ്ടോ, സംഭവം സൂപ്പറാണ്.
അപ്പോൾ 399 റേറ്റ് എന്ന് പറയുമ്പോൾ 40 പാഡിന് 399 കുഴപ്പമില്ലാത്ത റേറ്റാണ്. അങ്ങനെ വലിയ റേറ്റ് ആണെന്ന് തോന്നണില്ല, കാരണം 40 പാഡ്സ് ഉണ്ട്, അത് നല്ല ലോങ് ആയിട്ടുള്ള പാഡ്സ് ആണ്. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ ലാർജ് ആണ് പാഡിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്. അപ്പോൾ ഇത് സംഭവം പൊളിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഡീറ്റെയിൽസോളം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ എവർട്ടി എന്ന് പറയുന്ന കമ്പനി ഇങ്ങനെ പാഡ്സ് പിന്നെ ഹൈജീൻ അങ്ങനെ പരമായിട്ടുള്ള ഒരു കുറേ സംഭവങ്ങളുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ എവർട്ടി എന്ന് പറയുന്നത്. നല്ല സൂപ്പറാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ പാഡൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെട്ടാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ പാഡിൻ്റെ ഒരു സംഭവം. നമുക്ക് ഈ പാഡൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കുഞ്ഞാറ്റ കത്രിക എടുത്തു കൊണ്ടിട്ടുണ്ട്. കുഞ്ഞാറ്റാണ് ഗൈസ് നമ്മുടെ ഹെൽപ്പർ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. കുഞ്ഞാറ്റത് എന്താ സാധനം? ഇതെന്തിനാ ഉപയോഗിക്കണേന്നറിയോ? എന്തിനാ? വയറുവേനയ്ക്ക. അപ്പോൾ വയറുവേന വരുമ്പോഴാണ് നമ്മളിതൊക്കെ എടുക്കാനിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ കുഞ്ഞാറ്റിക്ക് അറിയാട്ടോ കാര്യങ്ങളൊക്കെ. വയറുവേന വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നല്ല വയറുവേന എന്നൊക്കെ അറിയാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇപ്പം അവളങ്ങനെ അധികം അറിയേണ്ട കാര്യമില്ല, പക്ഷെ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കണം. കുഞ്ഞാറ്റിക്ക് കുറച്ചും കൂടെ വലുതായിട്ട് പറഞ്ഞു തരല്ലേ കുഞ്ഞാറ്റെ? അല്ല ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവരും തന്നെ മനസ്സിലാക്കി പഠിച്ചോളും. പിന്നെ അപ്പം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ ഗൈസിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതില് പഞ്ഞിയാണ് കേട്ടോ, പഞ്ഞി. അപ്പൊ ഇതേപോലത്തെ ഒരു 3 ബോട്ടിൽ ഞാൻ മിനിമം കുടിക്കുന്നുണ്ട്. ഒന്നാമത് വെയിലായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കും ഫ്രിഡ്ജിൽ നിന്നൊക്കെ. അപ്പോൾ ഒരു 3 ബോട്ടിലൊക്കെ കുടിക്കുന്നുണ്ട് ഞാൻ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ പീരിയഡ്സ് ടൈമിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, ഇതാണ് എല്ലാവർക്കും പീരിയഡ്സ്. അപ്പൊ ഗൈസ് എനിക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നി. അപ്പം അമ്മ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ ടൈമിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കഴിക്കേണ്ടത്, പക്ഷെ ഇതൊക്കെ കിട്ടിയുള്ളൂ. ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം വരുന്നൊരു ടൈമാണ് ഈ പീരിയഡ്സ് ടൈം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അതൊക്കെ നമ്മൾ മാറ്റണം. പിന്നെ നമുക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വരും, പിന്നെ ദേഷ്യം വരും, പിന്നെ നമുക്ക് ഓരോ ഫുഡുകളൊക്കെ കഴിക്കാൻ തോന്നും. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് കഴിക്കുക. അപ്പൊ നമുക്കൊരു സമാധാനമൊക്കെ കിട്ടും ഗൈസ്. പല്ലില്ലാത്തതുകൊണ്ട് പിന്നെ കടിച്ചെടുക്കില്ല, അത് കാരണം കുഴപ്പമില്ല. സൂപ്പർ. അങ്ങനെ ഗൈസ് ഞാൻ താഴെ പോയപ്പോഴാണ് കണ്ടത് TV-യിൽ ബിഗ് ബോസിന്റെ ലൈവ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അത് കുറച്ചു നേരം അവിടെ നിന്ന് കണ്ടു. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. എനിക്ക് അങ്ങനെ ചായ ഇഷ്ടമല്ല, അത് കാരണം അമ്മ എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തന്നു. അങ്ങനെ കുഞ്ഞാറ്റി ഞാനും കൂടെ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ബിഗ് ബോസിൻ്റെ ലൈവ് ഇരുന്ന് കണ്ടു. അപ്പോൾ ഇവിടെ എല്ലാവരും ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ സീസൺ അത്രയ്ക്ക് കൊള്ളില്ല. എന്നാലും വെറുതെ ഇങ്ങനെ ഇരുന്ന് കാണും, അതൊരു രസം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് കാണും. അപ്പോൾ കുറച്ച് നേരം ബിഗ് ബോസ് വന്നിട്ട് ഇപ്പം ഞാൻ റൂമിൽ വന്നിരിക്കുകയാണ്. എനിക്ക് ചെറുതായിട്ട് ഇപ്പം നടുവേനയും വയറുവേനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കിടക്കാമെന്ന്. അപ്പോൾ ഞാൻ അധികം വീഡിയോ വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തന്നെ പിടിക്കുക. അതേ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ടാറ്റാ.